ആരന്വേഷിച്ച് വരാൻ, ചോദിച്ച് വരാൻ, ആരന്വേഷിച്ച് വരാൻ എല്ലാം അറിയുമെങ്കിലും ഗോഡാന്ന് പേടിച്ച് വേഗം മരിക്കുമെന്ന് പേടിച്ച് വേഗം സ്പിരിച്വൽ ബോഡി ആവോ, മെറ്റീരിയലിസ്റ്റിക് ബോഡി എന്ന് മാറി സ്പിരിച്വൽ ബോഡി ആയി മാറുമെന്ന് അവർക്കൊരു ഭയം. അതെന്ന് അവർക്ക് അന്വേഷിച്ച് വരണ രീതിയിൽ എന്തറിഞ്ഞാലും ആ ടൈമിങ് 2888 ആണെങ്കിലും 2000 12 വയസ്സേ കാണ്ടാവണം എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അമ്മാമ്മയുടെ കാര്യം പറയട്ടെ. അമ്മാമ്മേനെ ഞാൻ അത്രയ്ക്കും അമ്മാമ്മ എന്ന് പറഞ്ഞ് കൊഞ്ചിപ്പിക്കാറുണ്ട്. നമ്മൾ ചെറിയ പ്രായമായതുകൊണ്ട് നമുക്ക് പരീക്ഷയിൽ താളം തെറ്റും, പരീക്ഷയിൽ പഠിപ്പിന് താളം തെറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉയർപ്പിക്കാൻ നിൽക്കില്ല. അതറിഞ്ഞിട്ട് അല്ല അപ്പാപ്പനെ ദൂരെ ഒന്ന് കണ്ടിട്ടോ കാലിന് തൊടുമ്പോഴെങ്കിലും അടിയിൽ ഉയർപ്പിച്ചിട്ട് കാര്യമില്ല. ആ സമയത്തിൻ്റെ അനുസരിച്ച് നടക്കണം, അതാണ് വ്യത്യാസം. അപ്പോൾ അമ്മ എഴുന്നേൽക്കാം അന്ന് ചെറിയ കുട്ടി ഭയങ്കര ചെറുതാണ്, 11 വയസ്സുള്ളൂ. ചൈൽഡ്ഹുഡ് മിറാക്കിൾസ് യേശുവയുടെ കാലത്തും ബൈബിളിൽ പ്രസ്താവിച്ചിട്ടില്ല. 30 വയസ്സ് കഴിഞ്ഞ് ബാപ്റ്റിസം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇപ്പം മിറാക്കിൾ നടന്നു കഴിഞ്ഞാലും സ്പിരിച്വൽ ബോഡി ആയിട്ട് അമ്മാമ്മയുടെ അത് മാറിയാലും മെറ്റീരിയലിസ്റ്റിക് ബോഡിയിൽ നിന്ന് മാറി ലോക്ക്ഡ് ഡോഴ്സ് എന്നാണ് പറയുന്നത്. ലോക്ക്ഡ് ഡോഴ്സിൻ്റെ ഒരു ആവരണീയമായിട്ട് പറയണത്. ലോക്ക്ഡ് ഡോഴ്സ് പറഞ്ഞാൽ എവിടെ അവഗണിച്ചാലും അവിടെ ചെല്ലെത്താം. അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലിസ്റ്റിക് നേച്ചർ കൈവെടിഞ്ഞ് സ്പിരിച്വൽ ബോഡി കണ്ട് അപ്പാപ്പന് മരിക്കാൻ സാധ്യതയുണ്ട്, മരിച്ചാലും ജീവിച്ചാലും അമ്മാമ്മ. അപ്പോൾ രണ്ടുപേരും ഉയർപ്പിക്കേണ്ട കാര്യമില്ല. അവർ എന്തായാലും എഴുന്നേൽക്കെന്ന് പറഞ്ഞ് ഉയർക്കില്ല. അപ്പോൾ അപ്പാപ്പനും ആ സമയത്ത് പിന്നെ അങ്ങനെ ബലി മാതൃകയായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞാൽ തുടരും, റിപ്പീറ്റ് ചെയ്യുന്ന ഇത് വരില്ല. 2888 വരേണ്ടെന്ന് അറിഞ്ഞാലും കുരുട്ട് പോകുന്ന കാരണം നിങ്ങൾ അത് വിശ്വസിക്കണില്ലേ. ഈ റിപ്പീറ്റ് സാക്രിഫൈസ് നടക്കും. ആവശ്യമില്ലാത്ത സെയിൻസിനുണ്ടാക്കി പ്രതിമ ഉണ്ടാക്കി അതിന് മുന്നിൽ ജപമാല കൽപ്പന അരോചകമായ യഹോവയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞ മുതൽക്കൂട്ടാണ്. എന്തുകൊണ്ട് യഹോവയ്ക്ക് ദേഷ്യം വരാൻ പിന്നോക്കാന്ന് അത് അറിഞ്ഞിട്ടും അതാണ് നടക്കേണ്ട സമയത്ത് നടക്കുന്നു. അപ്പോൾ എനിക്കും വലിയ പഠിപ്പിന് പിന്നോക്കാന്ന് പറയാം. ഉയർപ്പിച്ചാലും 11 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വരണ പോലെ പഠിച്ചത് പിന്നോക്കാവും. ഇത്ര നേരം നടന്നത് ഭാഗ്യം. എന്നുവെച്ചാൽ 3/8 8 മാർച്ചും 20 പിന്നെ 1+2 3 സമയം ആ 3യും 23യും പിന്നെ ബർത്ത്ഡേയുടെ അമ്മയുടെ നാനിയുടെ ബർത്ത്ഡേ 8 മാർച്ച് റോസി അപ്പോൾ ആർത്രൈറ്റിസ് ഉള്ള വേറെ ആൾക്കാരാണ് ഇപ്പോൾ. അപ്പോൾ അമ്മയ്ക്കും വേദന ഉണ്ടായിരുന്നു. ആ വേദന എടുത്ത് ഹാർട്ട് ഇതായി പോയതാണ്. ആ റോസിക്ക് ഡെത്ത് ഡേയും 8 മാർച്ച് 3 കൂട്ടി കഴിഞ്ഞാൽ 24/8/888 നിലനിൽക്കുന്നുണ്ട്. അതുപോലെ 7 അമ്മമ്മയുടെ ബർത്ത്ഡേ 7th ഓഗസ്റ്റ്. അപ്പോൾ 7ഉം 3യും 69 അമ്മമ്മ വയസ്സ് മരിക്കണത് 96 വീണിട്ട്. 73 വയസ്സിൽ അപ്പാപ്പൻ മരിക്കുന്നത്. അപ്പം അമ്മയുടെ ഡെത്ത് ഡേയും ബർത്ത്ഡേയും 73 വയസ്സിൽ 73/21 അടുത്ത 9/11/27 2nd ഓഗസ്റ്റ് 7th ഓഗസ്റ്റ് എൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റിൽ 27/11. ആ 9/11 അടുത്ത ട്വിൻ ടവേഴ്സ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നതും ഞാൻ ട്വിൻ ടൗൺസിൽ വളർന്നത്. ചിമിനി കത്തുന്നതൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഗോവയിൽ 94. അപ്പോൾ അതൊക്കെ മാറി. നിങ്ങളുടെ കുരുട്ട് മതം ഹിന്ദിയൊന്നും പറയില്ല. ഞാൻ ഹിന്ദി പറയണില്ല, ഇംഗ്ലീഷ് പറയണില്ല. ഇസ്രായേൽക്കാർ ഇംഗ്ലീഷും ഹിന്ദി പറയില്ലല്ലോ. ഹിന്ദിക്കാരും മലയാളികളും 100-ൽ 90 മാർക്ക് മേടിക്കണ പോലെയല്ല. അവർ മലയാളത്തിൽ 75 മാർക്ക് മേടിക്കില്ല 100-ൽ. ഞാൻ മേടിക്കും. അങ്ങനെ എല്ലാ 5 വർഷം 8ാം ക്ലാസ്സിൽ മാറിയിട്ട്. പക്ഷേ ഇംഗ്ലീഷിൽ എനിക്ക് 50 മാർക്കാണ് 100-ൽ. അതാണ് വെച്ചാൽ ബിഡ് ജോലി ചെയ്യാൻ ഈ എക്സാം എഴുതി പുറത്തേക്ക് പോകണില്ല. ഇംഗ്ലീഷ് മികവില്ല. എന്നുവെച്ചാൽ ജൂയിഷ് മലയാളി നമ്പൂതിരി ക്രിസ്ത്യൻ സ്പൈസ് ട്രേഡിങ്ങിന് വന്ന് അങ്ങനെ ജൂയിഷ് മലയാളി അവരുടെ പാട്ടുകളൊക്കെ മാറി. സുജാതയുടെ മുഖം കണ്ടിട്ടില്ലേ, ഷീലയുടെ മുഖം കണ്ടിട്ടില്ലേ, സലീം എന്ന പേര് ഇവിടെ കണ്ണങ്കുളര ചിയാരം കണിമംഗലം ഇവിടെ ജനിച്ചതാണ്. ഹിന്ദു എന്ന് വിചാരിച്ചായിരുന്നു. ഷീല അവരുടെയൊക്കെ ജൂയിഷ് മലയാളി അത് മാറി ഹിന്ദുവായി മാറി. അതിൽ നിന്ന് ക്രിസ്ത്യാനി തോമസ് മാറ്റി. അതിൽ നിന്നൊക്കെ നസ്രാണികളൊക്കെ വന്ന് അവരുടെ ഇസ്രായേൽക്കാർ മലയാളം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കോണി, നിക്ക, അടൻ, ജഡ്ജ് അതൊക്കെ മാറ്റി വരണവരാണ്. ലാഡർലി യാക്കൂബ് സ്വപ്നമുണ്ട് കൽവി ഇസ്രായേൽ പേരിടാൻ
മാലാഖ താഴേക്ക് ഇറങ്ങി ഇറങ്ങി ഒരു ലാഡർ കൂടെ സുലാം. മുസ്ലിംസ് ക്രിസ്ത്യൻസ് ആവില്ലേ, അവർക്ക് മുങ്ങി നിവരേണ്ട ബാപ്റ്റിസത്തിനെ കുറിച്ചോ ഉയർപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല, ഒരേ ഒരു സാക്രിഫൈസിനെ കുറിച്ചൊന്നും അറിയില്ല. കുരുട്ട് മോന്തയാണ്, ഇങ്ങനെയല്ല സംസാരിക്കുക അവർ. അപ്പോൾ കുരുട്ട് മോന്തകളൊക്കെ വെച്ചിരുന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞങ്ങൾ ഉയർപ്പിച്ചാലും ഇപ്പോൾ ബേബി ആൻറ്റി ഉണ്ട്, അവരൊക്കെ മരിച്ചാൽ ഉയർപ്പിക്കാൻ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കൊരു അവസരം കിട്ടിയത് ശരി. ആരെങ്കിലും ഫ്യൂണറൽ വരുമ്പോൾ എന്നെയും വിളിക്കാൻ മറക്കരുത്, എന്നെ അന്വേഷിക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ 11 വയസ്സിൽ ഉയർപ്പിച്ച പഠിപ്പും അല്ലെങ്കിൽ പിന്നോക്കവും. ശിവനെ ആരാധിക്കരുത്. ആ സമയത്ത് പറഞ്ഞിട്ടല്ല, അന്ന് ഓൺലൈൻ ടെക്നോളജി വളർന്ന രീതിയില്ല, വാർത്താവിനിമയം നടക്കണ ഇതില്ല. അപ്പോൾ സ്പിരിച്വൽ ബോഡി എന്തൊക്കെ പറഞ്ഞാലും 888 ഏഷ്യയുടെ സമയമാണ്. 218 + 24 26 യഹോവയുടെ സമയമാണ്. അന്നൊന്നും ആരും അറിയില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നടക്കേണ്ടത് ഇങ്ങനെ നടക്കും, പ്രസൻറ്റിൽ ജീവിക്കുക. വാർത്താവിനിമയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും നിർത്തേണ്ട ആവശ്യം വരില്ല. സാക്രിഫൈസ് മാതൃകയായിട്ട് റിപ്പീറ്റഡ് സാക്രിഫൈസും കുറേ സെയിൻസിനുണ്ടാക്കി മാൻമെയ്ഡ് പ്രതിമ ഉണ്ടാക്കി അതിന് ജപമാന കൽപ്പന യഹോവയ്ക്ക് ആലോചനയാണ്. ദേഷ്യം വരാൻ പിന്നോക്കാന്ന് പറയും, മുതൽക്കൂട്ടാന്ന് പറയും. പക്ഷേ അത് നടക്കുന്ന സമയത്ത് വരെ നടക്കും, അത് മനസ്സിലാക്കി കിട്ടും. അതന്നെ.